ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ. വന്നത് വെറുതെ ആയോ? ഇനി അയാളെ എങ്ങനെ കണ്ടുപിടിക്കും? അയാൾ ഉടനെങ്ങാനും വരൂ? ആരോടെ ഇപ്പൊ ഒന്ന് ചോദിക്കാം? ശോ, അവരോട് ചോദിക്കാം. ചേച്ചി, എന്താ ചേച്ചി, ദേ ഈ വീട്ടിലെ ആളിനെ കാണാൻ വേണ്ടി വന്നതാ. ഈ വീട് പൂട്ടിക്കിടക്കുന്നു. ആളെവിടെ പോയതാന്ന് അറിയോ? എന്തോ എനിക്കറിയില്ല. അല്ല, അറിയാൻ വല്ല വഴിയുണ്ടോ? എവിടെ പോവാനാ സാധ്യത? അയ്യോ, അതൊന്നും എനിക്കറിയില്ല കുട്ടി. പേര് സുകുമാരനാണെന്ന് അറിയാം. കണ്ടാലൊന്ന് മിണ്ടും, ഒന്ന് ചിരിക്കും. അത്രയേ ഉള്ളൂ ഞങ്ങള് തമ്മിലുള്ള ബന്ധം. ഞാനിവിടെ പുതിയതാ, അതുകൊണ്ട് ഇവിടെ ആരുമായിട്ട് അധികം പരിചയമൊന്നുമില്ല. ഫോൺ നമ്പർ വല്ലതും? അതും ഇല്ല. ചേച്ചി, ഒരു കഷ്ണം കടലാസും ഒരു പേനയും തരുമോ? എനിക്ക് ആ കക്ഷിയെ വളരെ അത്യാവശ്യമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോ ആളിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു തുണ്ട് കടലാസിൽ വിവരം എഴുതി വെച്ചിട്ട് പോവാം. കൂട്ടത്തിൽ എന്റെ ഫോൺ നമ്പർ കൂടി വെച്ചേക്കാം. അത് കാണുമ്പോ അവർക്ക് എന്നെ വിളിക്കാലോ. അന്നേരം ഞാൻ വിവരം പറഞ്ഞോളാം. ആ, അത് കൊള്ളാം. ഞാൻ പോയി പേപ്പർ എടുത്തിട്ട് വരാം. ദാ എഴുതിക്കോളൂ. എനിക്കൊരു സഹായം ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന ഈ സഹായം പലരുടെയും ജീവിതത്തിന് വഴിവെക്കുന്നതായിരിക്കും. ദയവായി ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെടുക. ഈ കുറിപ്പേ ഞാൻ ഈ വീടിന്റെ വാതിലിൽ വെച്ചേക്കാം. കക്ഷിയെ കാണുവാണെങ്കിൽ ഇങ്ങനൊരാള് വന്ന് അന്വേഷിച്ചു പോയ വിവരം പറയണം. ഓ, പിന്നെന്താ. ശരി ചേച്ചി. പാർവതിയെ കാണുന്നില്ലല്ലോ. അച്ഛാ, മോളെ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്താ അച്ഛാ, എന്താ കാര്യം? എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അച്ഛാ, എന്താ പ്രശ്നം? മോളെ, നിന്റെ പേരിൽ ഞാൻ എഴുതുന്ന സ്വത്തുക്കൾ മുഴുവനും വിശാല് പ്രഭാവതിയുടെ പേരിൽ മാറ്റി കൊടുക്കാൻ പോവുകയാണെന്ന് പറയുന്നു. നിന്റെ സമ്മതത്തോടു കൂടി തന്നെയാണോ അവനിത് ചെയ്യാൻ പോകുന്നത്? അത് എനിക്കറിയാം അച്ഛാ. വിശാൽ സാറ് എന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. എന്നിട്ട് നീ അതിന് സമ്മതിച്ചോ? എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നിഷേധിക്കാൻ കഴിയില്ലല്ലോ അച്ഛാ. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ അത് കേട്ടു നിന്നു. നിന്റെ ആ മൗനം സമ്മതമായിട്ടാണ് വിശാല് കണ്ടിരിക്കുന്നത്. പ്രഭാവതിക്ക് സ്വത്തുക്കൾ മാറ്റിക്കൊടുക്കാൻ നിനക്ക് സമ്മതമാണോ മോളെ? നീ സ്വത്തുക്കൾ പ്രഭാവതിയുടെ പേരിൽ എഴുതി
ചെയ്യും മോളെ. പ്രഭാവതിക്ക് സ്വത്തുക്കൾ കൈമാറില്ലെന്ന് നീ എനിക്ക് സത്യം ചെയ്തു താ. മോളെ, അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. വിശാൽ സാറിനെ നിഷേധിച്ചുകൊണ്ട്, എതിർത്തുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. പാർവതി, വിശാൽ സാർ, നീ ഇത് എവിടെയായിരുന്നു? എന്നോട് പോലും പറയാതെ നീ ഇത് എങ്ങോട്ടാ പോയത്? അത് ഞാൻ... പാർവതി, നിന്റെ പേരിലുള്ള സ്വത്തുക്കൾ അമ്മയ്ക്ക് കൊടുക്കുന്നതില് നിനക്ക് എതിർപ്പില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടേ അമ്മയ്ക്ക് കൺഫ്യൂഷൻ. നിനക്കതില് ഇനി എന്തെങ്കിലും സമ്മതക്കുറവുണ്ടോന്ന്. അതുകൊണ്ട് അമ്മയുടെ പേർക്ക് സ്വത്തുക്കൾ കൈമാറുന്നതിൽ നിനക്ക് സമ്മതമാണെന്ന്, പൂർണ്ണ സമ്മതമാണെന്ന് നീ തന്നെ അമ്മയോട് നേരിട്ട് പറയണം. എങ്കിൽ മാത്രമേ അമ്മയ്ക്ക് വിശ്വാസമാവുള്ളൂ. നീ വാ, നമുക്ക് പോയി അമ്മയെ കണ്ടിട്ട് വരാം. നീ വാ പാർവതി. അല്ല, നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? വന്നേ, വരാൻ വാ. അപ്പോ എല്ലാരും സംശയിച്ചത് ശരിയായിരുന്നു അല്ലേ? നിനക്ക് സ്വത്തുക്കൾ അമ്മയുടെ പേരിൽ മാറ്റി എഴുതുന്നത് ഇഷ്ടമല്ലേ? സാർ, അങ്ങനെയല്ല സാർ. പിന്നെ എങ്ങനെയാ? അമ്മയെ കണ്ട് സമ്മതം അറിയിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ട്. താൻ എന്താ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നേ? അയ്യോ, എൻ്റെ നിസ്സഹായ അവസ്ഥ സാറിനെ എങ്ങനെയാ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക? സാറ് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. എന്ത് ചിന്തിക്കാൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താൻ എന്താ ഈ പറയുന്നത്? സ്വത്തുക്കൾ മാറ്റി എഴുതുന്നതിന് പാർവതിക്ക് സമ്മതമാണെന്നും അത് പാർവതി തന്നെ അമ്മയോട് നേരിട്ട് പറയുമെന്നും ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ. ഇപ്പോ താൻ എന്നോടൊപ്പം വന്ന് ആ വാക്ക് നിറവേറ്റിയില്ലെങ്കിൽ അമ്മയുടെ മുന്നിൽ ഞാൻ നാണം കെടും. പിന്നെ എനിക്ക് അമ്മയുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരും. നിന്റെ ഭാര്യ നീ പറയുന്നത് അനുസരിക്കില്ലെന്ന് അമ്മ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? അല്ല, സ്വത്തുക്കൾ അമ്മയുടെ പേരിൽ എഴുതി കൊടുക്കുന്നതില് നിനക്കെന്താ വൈമനസ്യം? എന്താ തടസ്സം? പാർവതി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അമ്മയ്ക്ക് സ്വത്ത് കൈമാറാൻ എന്താ തടസ്സമെന്ന്? നീ എന്താ മിണ്ടാ നിൽക്കുന്നേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയാ. തനിക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ ഇപ്പൊ തന്നെ അമ്മയോട് സമ്മതം അറിയിച്ചേനെ. തനിക്ക് എന്നോട് സ്നേഹമില്ല, മതിപ്പില്ല, എല്ലാം വെറും നാട്യമായിരുന്നു. തനിക്ക് എന്നെക്കാളും വലുത് സ്വത്തുക്കളായിരുന്നല്ലേ? അയ്യോ സാർ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് എന്തിനേക്കാളും വലുത്, എന്റെ പ്രാണനേക്കാളും വലുത് വിശാൽ സാർ തന്നെയാ. ഞാൻ എന്റെ
ജീവന് തുല്യം തന്നെ വിശാൽ സാറിനെ സ്നേഹിക്കുന്നതും. സാറ് അതൊന്ന് മനസ്സിലാക്കണം. ഞാൻ ഇതുവരെ കാണിച്ചിട്ട് നാട്യമാണെന്ന് പറയല്ലേ സർ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായിട്ട് തന്നെയാ ഞാൻ സാറിനെ സ്നേഹിക്കുന്നത്. എനിക്ക് ഈ സ്വത്തുക്കളൊന്നും വലുതല്ല സർ. അതിനോടൊന്നും ഒരു താല്പര്യവും എനിക്കില്ല. ഒരിക്കൽ പോലും ഈ സ്വത്തുക്കൾ എൻ്റെ പേരിലാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് കൂടിയില്ല. എനിക്ക് പ്രാധാന്യം സാറിൻ്റെ നന്മ മാത്രം. ശരി, അങ്ങനെയെങ്കിൽ പ്രഭാവതി അമ്മയെ കണ്ട് സമ്മതം അറിയിക്കാൻ പിന്നെന്തിനാ മടിക്കുന്നത്? വിശാൽ, ഇവിടെ എന്താ മോനെ നടക്കുന്നത്? ദേ, നിങ്ങളുടെ സംസാരം എല്ലാം ഞാൻ കേട്ടു. നീ എന്തിനാ മോനെ പാർവതി വഴക്ക് പറയുന്നേ? പാർവതിയുടെ പേരിലുള്ള സ്വത്തുക്കള് അവളുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രം എന്റെ പേരിലേക്ക് മാറ്റി എഴുതിയാ മതി. അതിനുവേണ്ടി ഇവളെ നിർബന്ധിക്കാനോ വഴക്കു പറയാനോ ഒന്നും പാടില്ല വിശാൽ. മക്കളെ, നിങ്ങൾ ഇങ്ങനെ പരസ്പരം കലഹിച്ചാ എനിക്കിത് സഹിക്കാൻ കഴിയില്ല. വിശാൽ, എല്ലാം നമുക്ക് സാവകാശം ആലോചിച്ച് തീരുമാനിച്ചാ മതി. തിടുക്കം കൂട്ടണ്ട, കേട്ടല്ലോ? മോളെ, നീ വിഷമിക്കണ്ട. എന്നോടുള്ള അമിത സ്നേഹം കൊണ്ടാ ഇവൻ നിന്നോട് ദേഷ്യപ്പെട്ടത്. നിനക്ക് അത് മനസ്സിലാവൂന്ന് എനിക്കറിയാം. ഏതായാലും എന്റെ പേരില് നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ ഇടവരരുത്. അതെനിക്ക് വലിയ സങ്കടമാവും മോളെ. ആ, സാരമില്ല. ദേ, നമുക്ക് വളരെ സാവധാനം ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താം. മോനെ വിശാൽ, നീ വന്നേ. ഈ സിറ്റുവേഷനിൽ നീ ഇവിടെ നിന്നാ നിനക്ക് ഇനിയും പാർവതിയോട് ദേഷ്യം തോന്നും. നീ വാ വാ മോനെ. കപടപുത്ര സ്നേഹം കൊണ്ട് പ്രഭാവതി അമ്മ വിശാൽ സാറിന്റെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. സർ, പ്രഭാവതി അമ്മയുടെ കള്ള സ്നേഹം സാറിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ എൻ്റെ ഈ ശ്രമം. പക്ഷേ എങ്ങനെ ഞാനത് ബോധ്യപ്പെടുത്തും? ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒരുമിച്ച് മിക്സ് ചെയ്തത്. കുറച്ച് മുരിങ്ങ വിത്ത് കൂടി വാങ്ങി ഇതിനകത്ത് പൊടിച്ച് ചേർക്കണമായിരുന്നു. നാളെ അത് വാങ്ങുമ്പോ കുറച്ച് അമുക്കുരുവും നായ്ക്കരുടെ പൊടിയും കൂടി വാങ്ങിയേക്കാം. ഇന്നത്തേക്ക് ഇത് മതി. ഇത് പിടിച്ചാൽ തന്നെ മതി. ഇത് പോതും സ്വാമി. സാറിത് എവിടെ പോന്നു? ഞാൻ ദേ സാറിന് കുടിക്കാനുള്ള പാലും കൊണ്ടാ വന്നേ. പാലോ? ഞാൻ ഈ നേരത്ത് പാലൊന്നും കുടിക്കാറില്ല. എന്നാ ഇന്ന് മുതല് ഇത് കുടിക്കണം. ഏയ്, എനിക്കൊന്നും വേണ്ട പാല്. പാല് കുടിക്കുന്നതേ എനിക്ക് ഇഷ്ടമേ അല്ല. നീ മുന്നിൽ നിന്ന് മാറിയേ, ഞാൻ താഴെ എന്തെങ്കിലും കഴിക്കട്ടെ. വല്ലാത്ത വിശപ്പ്. സാറേ പാല് കുടിച്ചാ മതി. സാറിന്റെ എല്ലാ വിശപ്പും മാറും. പാല് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. താനൊന്ന് പോയേ, അല്ലെങ്കിൽ താൻ തന്നെ ഇത് കുടിക്കേ. സാറേ,
വിപിൻ സാർ ഇനിയൊരു നിർഗുണ പരബ്രഹ്മമായി പോയല്ലോ. ഈ പാല് കുടിച്ചാ എന്തായിരുന്നു കുഴപ്പം? കഷ്ടമായിപ്പോയി. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഇന്നതെല്ലാം ചിറകുടിഞ്ഞ കിനാക്കളാവും. വിപിൻ സാറിനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. എങ്ങനെയും ട്രാക്കിലാക്കണം. അല്ല, ഈ പാലെന്തിനാ ഇനി പാഴാക്കുന്നേ? ഇനിയിപ്പോ ഇത് ഞാൻ തന്നെ കുടിക്കാം. അമ്മ, പ്രഭാവതി അമ്മ വളരെ തന്ത്രപൂർവം ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം അവരുടെ പേരിൽ എഴുതി വയ്ക്കുന്ന സ്ഥിതിയിൽ എത്തിയിരിക്കുവോ? അതിനുവേണ്ടി വിശാൽ സാറിനെ അവർ സ്വാധീനിച്ചു കഴിഞ്ഞു. അവരുടെ ഈ നീക്കം ഞാൻ എങ്ങനെ തടയും? അവരുടെ കള്ളത്തരങ്ങൾ പൊളിക്കാൻ വേണ്ടി ഞാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തുമെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല. പ്രഭാവതി അമ്മ ഇവിടുത്തെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ പാടില്ല. അതിന് ഒരു ശക്തമായ വഴി അമ്മ എനിക്ക് കാണിച്ചു തന്നേ മതിയാകൂ. അമ്മ ഇതൊന്നും കാണുന്നില്ലേ? ഇതിനേക്കാളും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും സങ്കടകരമായ അവസരങ്ങളിലും അമ്മ എന്നെയും ഈ കുടുംബത്തെ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോ എന്താ അമ്മേ എന്റെ കൺമുമ്പിൽ വരാത്തത്? എന്തുകൊണ്ടാ അമ്മ വരാൻ മടിക്കുന്നത്? അമ്മ എന്നെ കൈവിടുവാണോ? അമ്മേ, എനിക്ക് കാണണം. അമ്മ ഈ അവസ്ഥയില് അമ്മ വരാതിരിക്കരുത്. അമ്മ വരാതിരുന്ന ഒരുപക്ഷെ പ്രഭാവതി അമ്മയ്ക്ക് മുമ്പില് ഞാൻ പരാജയപ്പെട്ടു പോകും. കൺമുന്നിൽ നടക്കുന്നൊരു വൻ ചതി, അത് തടയാനാവാതെ ഞാൻ തകർന്നു പോവും. അമ്മ ഇത് എവിടെയാ? ഒന്ന് എന്റെ മുമ്പിലേക്ക് വരണോ അമ്മ? മോളെ, അമ്മേ, നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മോളെ. ഞാൻ പറഞ്ഞതെല്ലാം അമ്മ കേട്ടോ? കേട്ടു. അമ്മ, വിശാൽ സാറിനെ സ്വാധീനിച്ച് ഇവിടുത്തെ വസ്തുക്കൾ മുഴുവൻ പ്രഭാവതി അമ്മ തട്ടിയെടുക്കും അമ്മ. പ്രഭാവതി അമ്മ വിശാൽ സാറിനോട് തന്ത്രപൂർവം വസ്തുക്കളെല്ലാം ചോദിക്കാതെ ചോദിച്ചിട്ടുണ്ട്. കൊടുക്കാമെന്ന് വിശാൽ സാറും സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോ അത് എഴുതി കൊടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുക. ഞാൻ എന്ത് ചെയ്യും അമ്മ? ഞാൻ എന്താ ചെയ്യണ്ടേ? മോളൊന്നും ചെയ്യണ്ട. ഞാനൊന്നും ചെയ്യണ്ടെന്നാണോ? അതേ മോളെ, പ്രഭാവതി ചോദിക്കുന്നത് പോലെ എല്ലാ സ്വത്തുക്കളും അവളുടെ പേരിൽ തന്നെ എഴുതി കൊടുത്തേക്കും. അമ്മ എന്തായി പറയുന്നേ? ഇപ്പോ അമ്മയും കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞോ? അതാണിപ്പോ വേണ്ടത്. അമ്മ, പ്രഭാവതി അമ്മയെക്കുറിച്ച് ശരിക്കും അറിയാവുന്ന അമ്മ തന്നെയാണോ ഈ പറയുന്നേ? എന്ത് കാരണത്തിന്റെ പേരിലാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? പ്രഭാവതി മനുഷ്യത്വം ഇല്ലാത്ത വഞ്ചകിയ, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാൻ മടിക്കാത്ത രാക്ഷസ ജന്മ അവളുടേത്. അവൾ വിശാലിന് അവളോടുള്ള സ്നേഹം മുതലെടുത്ത് എന്ത് ദുഷ്ടതയും അവൾ ചെയ്യും. അറിയാലോ, ചോര പുരണ്ട കൈകൾ അവളുടേത്. ആ കൈകളിൽ ഇനിയും ചോര വീഴ്ത്താൻ അവൾക്കൊട്ടും മടിയുണ്ടാവില്ല. ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടെ ആരുടെ ആയുസം അവൾ എടുക്കും. ഇതൊന്നും വിശാലിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പ്രഭാവതിയുടെ വലയിലായിരിക്കുന്ന അവനെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? ആര് പറഞ്ഞാലും അവൻ ഇത് ഉൾക്കൊള്ളില്ല. എന്ന് കരുതി ഈ ചതി കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? മോളെ, പണവും സ്വത്തും നഷ്ടപ്പെട്ടാൽ
അത് നമുക്ക് വീണ്ടും സമ്പാദിക്കാം. പക്ഷേ ആയുസ് നഷ്ടപ്പെട്ടാൽ എന്റെ ഈ